ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ചായ ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ രാവിലെ. അപ്പോൾ രാവിലെ ചായ ഇടാനായിട്ട് വെള്ളമൊക്കെ വെച്ച് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ റെഡിയായിട്ട് ഞാൻ പൊന്നൂസും കൂടി പുറത്ത് പോയി ചായ കുടിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പുറത്ത് ചായയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പുറത്തിരുന്നായിരുന്നു ചായ കുടിക്കുന്നത്. അങ്ങനെ അവൾക്ക് എനിക്കുള്ള ചായയൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തുനിന്ന് പോയിരുന്നപ്പോഴാണ് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വെച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. കണ്ടില്ല, ഇഷ്ടംപോലെ മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. വിഷു മാസം ആയതുകൊണ്ട് വിഷുനുള്ള പൂവ് മാത്രമല്ല മുല്ലപ്പൂ ഉണ്ടായിരുന്നു. പൊന്നൂസ് തലേ ദിവസത്തെ ഡാർക്ക് ഫാൻറ്റസിയും കടലൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവളും അതും എടുത്തുകൊണ്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെടിയും പൂവും എല്ലാം അടുത്തൊക്കെ പോയി കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് റെഡി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തി എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് സംഭവം അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാനും പൊന്നൂസും കൂടി ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നേ. കണ്ടോ, ഒരു ഡിഷ് ട്രെയിനറാണ് കേട്ടോ. അതായത് നമുക്ക് കിച്ചണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ വെക്കാനും ചെറിയൊരു റാക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കത് എടുത്ത് മാറ്റാനും പറ്റുന്നതാണ് കേട്ടോ. അത് നൈഫ്, സ്പൂൺ എല്ലാം അതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഏതാണ്ട് അതിൻ്റെ താഴത്തെ പോർഷൻ നമ്മൾ വെള്ളം നന്നായിട്ട് പുറത്തോട്ട് പോകാൻ പറ്റും. നമുക്കതിൽ നിന്നാണ്ട് ഇതിനകത്ത് ആ വെള്ളമെല്ലാം വന്നു കഴിഞ്ഞിട്ട് അതെടുത്ത് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പൊന്നൂസ് അങ്ങനെ ആ ചെറിയ റാക്കിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണ് പ്രോഡക്റ്റ് കേട്ടോ. ഞാനിത് ബയോയിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളല്ല കേട്ടോ, ഞാൻ ലാബിൽ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പേഷ്യൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്ക് ലാബെല്ലാം ക്ലോസ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് പൊതുവെ മഴയാണല്ലോ. അങ്ങനെ തിരിച്ച് വന്ന് വരുന്ന വഴിയെല്ലാം മഴയായിരുന്നു. അങ്ങനെ പൊന്നൂസിന് ജെംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ തിരിച്ചവൾ വീട്ടിൽ എന്നെ കയറ്റത്തില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് ഒരു കേക്കും ഒരു ഗ്ലാസ് ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞൊന്ന് ഫ്രഷായിട്ട് വന്ന് പൊന്നൂസിന് വാങ്ങിച്ച ജെംസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കത് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആൾ ഹായ് ബായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ പുള്ളിക്കാരി. അങ്ങനെ ഹായൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് അവളൊന്ന് കഴിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെറിയൊരു ക്ലീനിങ് മാത്രം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് ചായക്ക് ഞാൻ അഡിക്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ചായ ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ മഴയല്ലേ, അപ്പോൾ ചൂട് ചായ കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് തിരിച്ച് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതൊന്ന് അടുക്കി പറക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ തലേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് പാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവളവിടെ വന്നിങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആൾക്കും പൊന്നൂസും കണക്ക് വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം റീലും കാര്യങ്ങളും ഡാൻസൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. തലേ ദിവസത്തെ അടുത്ത ദിവസത്തേക്കുള്ളത് ഫുഡ് ഉണ്ടാക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടുപൊടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചായ ഇടാനുള്ള പരിപാടിയായിരുന്നേ. അപ്പോൾ ചായക്ക് ഞാൻ വെള്ളം വെക്കുന്നതിന് മുന്നേ തന്നെ പൊന്നൂസിൻ്റെ സ്നാക്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ കടല എടുത്ത് കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് ഓടി വന്നിട്ട് എന്തിനാ ഉമ്മീ എൻ്റെ കടല എടുത്ത് കഴിച്ചേന്ന് ചോദിച്ചിട്ട് വന്ന് എന്നെ ചോദ്യം ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പോയേട്ടോ. അവൾ അവിടെ തിരിച്ച് വരുന്ന ബാക്കിൽ തന്നെ നിൽപ്പുണ്ട്. അത് ഞാൻ ചായക്കുള്ള പരിപാടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പൊന്നൂസ് അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് കാര്യം പറയുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് അങ്ങോട്ട് ഓടി പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പാലൊക്കെ പൊട്ടിച്ചൊഴിച്ച് ചായയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറും തോരൻ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം 2-3 തോരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരം അവളെ എന്നോട് വന്ന് വെട്ടാവുമ്മീന്ന് പറയുക കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊന്ന് വീടൊന്ന് ചെറുതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യ സാധനങ്ങളെല്ലാം ഞങ്ങൾ സെലക്ട് ചെയ്ത് എല്ലാ സാധനങ്ങളും പൊന്നൂസും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ ബാസ്ക്കറ്റിൽ എടുത്തിട്ടിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി
ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നൂസിന് ഷാർജയായിരുന്നു ഇഷ്ടം. അങ്ങനെ ഷാർജയും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പകുതി വഴിക്ക് പെട്രോൾ പമ്പിൻ്റെ അവിടെ കയറി നിൽക്കേണ്ടി വന്നു. കാരണം മഴ തോന്നിട്ട് പോകാമെന്ന് വെച്ചിരുന്നപ്പോൾ ഇന്ന് പിന്നെയും മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആ കടയിൽ നിന്ന് കുറച്ച് പൊന്നൂസിന് മിഠായി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മിഠായിയൊക്കെ വാങ്ങിയിട്ട് ലേസും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നേ. മഴയൊക്കെ അത്യാവശ്യം തോന്നിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.